സഹോദരങ്ങളെ, ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു സ്ത്രീ ചെയ്ത, അതായത് കേരളമൊട്ടാകെ, കേരളത്തിൻ്റെ അകത്തും പുറത്തും സോഷ്യൽ മീഡിയയിലും മറ്റു പ്ലാറ്റ്ഫോമിലും നമ്മളിൽ കൂടുതൽ ആളുകളും കണ്ട് മനസ്സിലാക്കി തള്ളിപ്പറഞ്ഞ ഈ ഒരു വീഡിയോയിലൂടെ ഈ സ്ത്രീ ചെയ്തതുപോലെ നമ്മളിൽ ആരും തന്നെ ഒരു ചെറിയവനോ വലിയവനോ ചെയ്യാൻ പാടില്ല. ഞാനിതെന്തിന് പറയുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, ഞാൻ തന്നെ മനസ്സിലാക്കിയതാണ്, അവർക്ക് യോജിച്ചതായ ജോലി ഇല്ലെങ്കിലും, കയ്യിലെടുക്കാൻ ഒരു 100 രൂപയോ 500 രൂപയോ ചെറിയ തുക പോലും ഇല്ലെങ്കിലും, കുടുംബത്തോടു കൂടെ, മാതാപിതാക്കൾ, ഭാര്യ മക്കളോടു കൂടെ അഭിമാനത്തോടു കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അഭിമാനത്തിന് ക്ഷതം വന്നാൽ അവർ പിന്നെ ഈ ലോകത്ത് തന്നെ ജീവിക്കാൻ അവർ ഇഷ്ടപ്പെടുകയില്ല. ഈ ഒരു സ്ത്രീ പിന്നെ ആ ഒരു കോഴിക്കോട് ജില്ലയിലെ ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഈ രൂപത്തിൽ വൈറലാക്കിയത് കൊണ്ട് കുടുംബത്തോടു കൂടി അഭിമാനത്തോടു കൂടി ജീവിച്ചിരുന്ന ആ യുവാവിന് പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ താല്പര്യം തന്നെ ഉണ്ടായില്ല. വേറെ ഒരു വഴിയില്ലാതെ സമ്മർദ്ദം കൊണ്ട്, ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു പോയതാണ്. വേണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് അഭിമാനത്തിന് ക്ഷതം വന്നു എന്ന് കേട്ട അവസരത്തിൽ പിന്നെ കുടുംബത്തിനിടയിലും മറ്റും സമൂഹത്തിന് മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റൂലല്ലോ എന്ന ആ വിഷമം കൊണ്ട് അദ്ദേഹം അത് ചെയ്തു പോയതാണ്. ആ സ്ത്രീയോടും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും ചെയ്തവരോടും എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൽ ഇനി ആരും തന്നെ അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റും അശ്ലീല ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകളും ഫോട്ടോസുകളും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പണത്തിന് ഡിമാൻഡ് വെച്ചുകൊണ്ട് നടത്തുന്ന ഹണി ട്രാപ്പുകളും ബ്ലാക്ക് മെയിലിന്റെയും പുതിയൊരു രൂപമാണ് ഈ വൈറൽ വീഡിയോകൾ. ഇത് വെച്ചുകൊണ്ട് ജനങ്ങളെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയാണ് ചില ആളുകൾ. ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റിനോടും മറ്റും പറയാനുള്ളത്, ഇതൊരു സൈബർപരമായ കുറ്റമായി രേഖപ്പെടുത്തി അതിനർഹമായ ശിക്ഷ കൊടുക്കാത്ത കാലത്തോളം വൈറൽ വീഡിയോകളും ഹണി ട്രാപ്പുകളും അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലുകളും നമ്മുടെ നാട്ടിന് നല്ല നല്ല ആളുകളുടെ, അഭിമാനത്തോടു കൂടെ ജീവിക്കുന്ന സെലിബ്രിറ്റികളായ വ്യക്തിത്വങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഗവൺമെന്റും ഇങ്ങനെയുള്ള ഹണി ട്രാപ്പുകളെയും ബ്ലാക്ക് മെയിലുകളെയും വൈറൽ വീഡിയോകളും ജനങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഇങ്ങനെയുള്ള വിഷയങ്ങളെ സൈബർ കുറ്റമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു സന്ദേശം, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിമാനം ക്ഷതം വരുത്തി അദ്ദേഹത്തിന്റെ ആത്മഹത്യയുടെ കോണിയിലേക്ക് എത്തിച്ച ആ സ്ത്രീയോട് പറയാനുള്ളത്, നബി തങ്ങൾ പറഞ്ഞ സന്ദേശം നീ മനസ്സിലാക്കണം. അൽ മുസ്ലിം മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിമായ ആളെന്ന് പറഞ്ഞാൽ, മുഅ്മിനായ ആരാണെന്ന് പറഞ്ഞാൽ, അവനെ കൊണ്ട് ബാക്കിയുള്ള അന്യമതക്കാരായ ആൾ പോലും നല്ല ഇസ്സത്തിൽ ജീവിക്കണം. അവനെ കൊണ്ട് വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അപ്പൊ നിന്നെ കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്ത് നീ ജയിലിലേക്ക് എത്തുന്ന ഒരവസ്ഥ വന്നു, ഇത് ഒരു മുസ്ലിമായ ആൾക്ക് യോജിച്ചതല്ല എന്ന് ആ സ്ത്രീയോട് വിനീതമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും ചെയ്തവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ സ്ത്രീ അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ കളിച്ച് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി ഇപ്പോൾ അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അവൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കടന്നിരിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും, മൻ അയ്യറ അഖാഹു ബിദംബിൻ ലം യമുത് ഹത്താ യഅമലുഹു. ആരെങ്കിലും അവന്റെ സഹോദരനെ, അത് ഏത് മതക്കാരനാകട്ടെ, ആരും തന്നെ ആകട്ടെ, അവന്റെ സ്വന്തം സഹോദരന്റെ എന്തെങ്കിലും വീഡിയോകളോ മറ്റോ ക്രിയേറ്റ് ചെയ്ത് അഭിമാനത്തിന് ക്ഷതം വരുത്തിയാൽ, അവനെ നിസാരമാക്കിയവൻ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശിക്ഷ, ആ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കാതെ മരിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ തിരിച്ചടിയാണ് ആ ജംഷിദ മുസ്തഫ എന്ന് പറയുന്ന വീഡിയോ വൈറൽ ചെയ്ത ആ സ്ത്രീക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ ആ രൂപത്തിൽ തെറ്റ് ചെയ്യുന്നവരെ തൊട്ട് കാത്തുരക്ഷിച്ച് അങ്ങനെയുള്ള കുടുക്കിലൊന്നും പെടാതെ നല്ലവരായി ജീവിക്കാൻ നാം നോക്കുക.